ഹലോ. അപ്പോൾ ഇത് ദുബായിക്ക് വന്നിട്ടുള്ള 4th ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയത് പറഞ്ഞാൽ ദുബായ് ഫ്രെയിമിൻ്റെ അവിടേക്കായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് എന്താണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഭയങ്കര തിരക്ക്. ഒന്നാമത് ടൂറിസ്റ്റിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. അപ്പോൾ ഈ നിൽക്കുന്ന വരികളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ക്യൂ ഫുൾ അങ്ങനെയാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും അവർ പറഞ്ഞു 90 മിനിറ്റ് നമ്മൾ നിൽക്കണം. അപ്പോൾ അത്ര കുറേ നേരം നിൽക്കണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ നേരെ പുറത്ത് പോയിട്ട് അവിടുന്ന് ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങൾ നടന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ എന്ത് ചെയ്ത് മെട്രോ സ്റ്റേഷനിലേക്കാണ് പോയത് കേട്ടോ. നമുക്ക് മ്യൂസിയത്തിൽ പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ നേരെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ പോയി. അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറിയിട്ട് നേരെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ നേരെ ഇട്ട് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കാണല്ലോ കയറുക. പിന്നെ നമ്മൾ മ്യൂസിയത്തേക്ക് എത്തി. മ്യൂസിയത്തേക്ക് പോകുമ്പോഴുള്ള അതാണ് മെട്രോൻ്റെ ഉള്ളിൽ നിന്ന് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴുള്ള ആ ഒരു എൻട്രൻസ് ആണിത്. നേരെ 2nd ഫ്ലോറിലേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെയും ഇതേപോലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒന്നാമത് ഈ ടൂറിസ്റ്റിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഈ മുകളിലാണെന്നുണ്ടെങ്കിൽ താഴെയാണെന്നുണ്ടെങ്കിലും കുറച്ച് ഏരിയാസ് ഫുൾ ഫ്രീ ആയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഈ താഴെ നിൽക്കുന്നതൊക്കെ കാണുന്നത് ഫുള്ള് ടിക്കറ്റിനുള്ള ക്യൂ ആണ്. അങ്ങനെ നമ്മൾ മുകൾ ഭാഗമൊക്കെ നമ്മൾ കണ്ടിട്ട് നേരെ പിന്നെ താഴേക്ക് ഇറങ്ങിട്ടോ. താഴെ ചെന്ന് നോക്കുമ്പോൾ അവിടെ അവിടെ ഒരു കൂട്ടം തന്നെ ആളുകളുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ആ അടുത്തുള്ളത് മറ്റേ റോബോട്ടിനെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ ആ റോബോട്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ നമ്മൾ പോയത് ഇതിൻ്റെ എൻട്രൻസ് ഏരിയയിലാണ്, ഓപ്പൺ ഏരിയയിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഭാഗം കേട്ടോ. കാരണം നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനും. അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, നേരെ ഞങ്ങൾ ജെറ്റ് സ്കിക്ക് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു, തിരിച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഈ ജെറ്റ് സ്കിൻ്റെ ഏരിയക്കാണ്. ബുർജുൽ അറബിൻ്റെ ഭാഗത്തായിരുന്നു നമ്മൾ ജെറ്റ് സ്കി ബുക്ക് ചെയ്തിരുന്നത്. അവിടെ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് ഈ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കൊണ്ട് നമ്മളിന്ന് ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് പിറ്റേ ദിവസത്തേക്ക് ഞങ്ങൾ റീബുക്ക് ചെയ്തിട്ടോ. അങ്ങനെ നമ്മൾ അവിടെ അടുത്തുള്ള ബീച്ചിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, പിറ്റേ ദിവസം ഇനി ജെറ്റ് സ്കി കിട്ടൂല. ഇവിടെ വന്നിട്ട് ഏറ്റവും നല്ല 2 നല്ല ആക്ടിവിറ്റീസാണ്. ഒന്ന് ഡെസേർട്ട് സഫാരിയും അതേപോലെ തന്നെ ഈ ജെറ്റ് സ്കീം. അങ്ങനെ നമ്മൾ അവിടെയുള്ള ആ ബീച്ചിൽ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് മറ്റേ ബർദുബായിലേക്കാണ്. പിന്നെ അവിടെയുള്ള ഒരു ബീച്ചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകാൻ വിചാരിച്ചിരുന്നത്. നമ്മൾ വയ്യെറ്റിക്കാണ്ട് വേറെ ഏതോ ഭാഗത്തേക്കാണ് എത്തിയത് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ തിരിച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഏരിയക്ക് നമ്മൾ എത്തിട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി അവിടെ എത്തി, ബീച്ചിലെത്തി. നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ